വിശേഷം? എല്ലാവർക്കും അശ്ലി മലയാളത്തിലേക്ക് സ്വാഗതം. എന്താണെന്നറിയോ, ഇപ്പൊ നമുക്ക് ഒന്നല്ല 2 പാർസൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാന്ന്. കാരണം ഇത് ഭയങ്കര സംഭവമാണ്. ഞാൻ കുറെ നാളായിട്ട് പറയുന്നതായിരുന്നല്ലേ മാക്ബുക്ക് പ്രോയും അതിന്റെ ഐഫോൺ മേടിക്കാൻ പോവാന്നുള്ളത്. നമ്മുടെ നാട്ടിൽ വന്ന കടയിൽ പോയി നോക്കി മേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സിറ്റുവേഷൻ ഒക്കെ ഇത്ര വേഴ്സ് ആയ സ്ഥിതിക്ക് നമുക്ക് അതിനുള്ളൊരു നിവർത്തിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഏതായിട്ടാ വരുന്നത്? ലാപ്ടോപ്പിൽ തുടങ്ങാം. ലാപ്ടോപ്പോ? അയ്യോ ഫോൺ മതി. എന്നാ ഫോൺ മതി. നമുക്ക് ഫോൺ തുറന്നു നോക്കാം കേട്ടോ. നമ്മുടെ ആപ്പിളിന്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്, ആമസോണിനല്ല. അയ്യോ അങ്ങനെ പറയില്ലേ, അമ്മച്ചിയാ. ഞാൻ ഒരുപാട് പേര് ഇത് അൺബോക്സ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് മേടിക്കണ്ടാവുന്ന. കാരണം ഞാൻ ഭയങ്കര ഒരു ആപ്പിൾ ഫാൻ ഒന്നും അല്ല. പിന്നെ സാഹചര്യം വന്നപ്പോ ഇങ്ങോട്ട് മേടിച്ചു കേട്ടോ. തർക്കം സാഹചര്യം കൊണ്ട് കോടീശ്വരനായി എന്നൊക്കെ പറഞ്ഞ പോലെ അതല്ല, നമ്മുടെ ജോലിയുടെ ഒരു ഡിമാൻഡും കൂടി കൊണ്ടാട്ടോ. അല്ല കേട്ടോ, എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ലോ, എനിക്ക് സൂക്ഷിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പല സാധനങ്ങളും മേടിക്കാറ്. സൂക്ഷിക്കുന്നതിന്റെ ഒരു ബാധ്യത എടുക്കാൻ എനിക്ക് വയ്യായിട്ടാണ്. എനിക്ക് തീരെ സൂക്ഷിച്ചില്ല. അതുകൊണ്ടാ. ഓ മൈ ഗോഡ്, എന്റെ മുന്നത്തെ ഫോൺ പൊട്ടിച്ച ആളാണ് കിട്ടത്. You go. Oh, looks so good. ഇതൊരു ക്ലാസ് പ്രീമിയം ലുക്ക് അല്ലേ ഇതിന്. ഇതിന്റെ ഇപ്പൊ കേബിൾ ഉണ്ട് കേട്ടോ. ചാർജർ ഇല്ല. ചാർജർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് എത്തിയിട്ടില്ല. കേബിൾ ഉണ്ട് എന്തായാലും. ഇതിപ്പോ എവിടെ എടുത്ത്? അപ്പൊ അയ്യോ കുട്ടിക്കുള്ളതല്ല, കുട്ടിക്ക് അമ്മ വേറെ ആപ്പിളിന്റെ സ്റ്റിക്കർ ഒക്കെ തരാം കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി ഫോണാണ്, നമുക്ക് ഇതൊക്കെ ശരിയാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് മാക്ബുക്ക് പ്രോ എടുക്കാം. ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഫോൺ മേടിച്ചതിനെ കണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. മാക്ബുക്ക് എയർ ആണ് കേട്ടോ, ഇത്ര നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ 3 വർഷമായില്ലേ. അപ്പൊ എനിക്കത് പോരാ തോന്നാം. നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഫുട്ടേജിന്റെ വലിപ്പവും ഒക്കെ കൂടുതലില്ല. അപ്പൊ അതിൽ സ്പേസ് ഒന്നും പോരാ. പിന്നെ ഫൈനൽ കട്ട് പ്രോ അതിലെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എഡിറ്റിങ് കുറച്ചുകൂടി ഒക്കെ ബെറ്റർ ആക്കാൻ നല്ലതാണല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഫോണ് ഐഫോൺ ആയിക്കോട്ടെ. അപ്പൊ എല്ലാം എളുപ്പമായില്ലോ. നമുക്ക് ഫോണിൽ നിന്ന് നമുക്ക് സാധാരണ ഫോൺ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് പിന്നെ മാക്കിലേക്ക് കോപ്പി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയായിട്ട് ഐഫോൺ മേടിച്ചല്ല. എനിക്ക് ഐഫോൺ അത്ര അങ്ങനെ ഭയങ്കര മോഹമായിട്ട് മേടിച്ചതല്ല. ഇതെനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. Are you happy? Good happy. തുറക്കാം നമുക്ക്. നമ്മുടെ പഴയ ലാപ്ടോപ്പും ഫോണും ഒന്നും കൊടുക്കുന്നൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ വെക്കുന്നുണ്ട്, അതൊക്കെ ആവശ്യമില്ല. ഇപ്പൊ 2 ലാപ്ടോപ്പും 2 ഫോണും എന്താ അല്ലേ? എന്ത് ലാപ്ടോപ്പ്? 3 2 ഇത് ഗ്രേ ആണ് കേട്ടോ ഷെയ്ഡ്. നമ്മുടെ കയ്യിൽ മാക്ബുക്ക് എയർ ഉള്ളത് സിൽവർ ആണല്ലേ കേട്ടോ. ഇതിന്റെ കൂടെ ചാർജർ ഉണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ചാർജർ ഉണ്ട്. മഹാഭാഗ്യം. എന്നിട്ട് വലുത് മേടിക്കണം കേട്ടോ ആദ്യം നമ്മൾ വിചാരിച്ചത്. പക്ഷെ എനിക്ക് എപ്പോഴും കുഞ്ഞാ ഇഷ്ടം ഹാൻഡിൽ ചെയ്യാനൊക്കെ. ഇനി നമുക്ക് ബെറ്റർ വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. ഇനി ക്യാമറയും കൂടി മേടിക്കണം കേട്ടോ. അതൊന്നും കൂടി നോക്കി ഫൈനലൈസ് ചെയ്യാനുണ്ട്. നമ്മളൊരു സാധനം മേടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ കാലം എടുത്തിട്ടാണ് മേടിക്കുക. ഇതിന്റെ നമ്മൾ തീരുമാനിച്ചിട്ട് എത്ര മാസമായിട്ടാ? ശരിക്കും 1.5 കൊല്ലായി. 1.5 കൊല്ലം. അതാ ചുട്ടിക്കുട്ടി. അത് നോക്കാം എന്താ മേടിക്കണ്ടേ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്താ വേണ്ടേ, അതൊക്കെ നോക്കി നമ്മൾ ഫൈനലൈസ് ചെയ്ത് നാട്ടിൽ വന്നിട്ട് നോക്കി മേടിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ വന്നപ്പോ അവസ്ഥ ഇതാണ്. പിന്നെ നമ്മൾ നോക്കി അവസാനം ഓൺലൈനിൽ തന്നെ മേടിച്ചിരുന്നു. പിന്നെ അപ്പോഴേ മേടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഫോൺ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ സ്റ്റോറീസ് ഇടുമ്പോഴേ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ വോയിസും ഇതൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് വരുന്നുണ്ട് ഫോണിൽ. ഇതിനൊരു ബെറ്റർ ഫോൺ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വരെ ഫോണും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫോണിൽ ബ്ലോഗ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാനൊക്കെ കുറെ കൂടി എളുപ്പമുണ്ടല്ലോ. അപ്പൊ എല്ലാം കൊണ്ടും ഇത്
നല്ല യൂസ്ഫുൾ ആവുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. യൂസ്ഫുൾ ആവുന്നേ നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ. ഇപ്പൊ എന്ത് ബുദ്ധിമുട്ടാന്നറിയോ, ലാപ്ടോപ്പിന്റെ ഇത് മാക്ബുക്ക് എയർ കേട് വന്നു കുറച്ച്. എന്ന് വെച്ചാൽ അതിലെ കാർഡ് റീഡർ ഇല്ലേ, അത് ഇത്തിരി കേട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോണത്. ഓൺ ചെയ്തോടാ. ഹലോ. ഞാൻ ഇനി എല്ലാവരുടെയും പോകുമ്പോ കണ്ണാടി ഇതാണ് ഇങ്ങനെയെല്ലാം വെക്കും. ഫോൺ ഉള്ളവർ എല്ലാവരും ഫോട്ടോ എടുക്കുക. ഞാൻ എപ്പോഴും ആദ്യം ഐഫോൺ ഉള്ളവരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കണേ. അപ്പൊ ഞാനിനി എല്ലാവരുടെയും പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ണാടി നോക്കി ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടോ. അടിപൊളിയായിരിക്കില്ലേ? ഇത് മേടിക്കാൻ കിട്ടില്ല ഇങ്ങനത്തെ ബാക്ക്. അതോന്നല്ലോ, ഇത് സൂക്ഷിക്കണല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോ മാത്രമേ എനിക്ക് സങ്കടം. എനിക്ക് കുറച്ച് വലിയ സാധനങ്ങൾ മേടിക്കാനുള്ള പേടിയതാ. ക്യാമറയാണ്, ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ച് എടുത്തു വെക്കാനുള്ള ഒരു സ്ഥലവും വേണം, സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു മനസ്സും വേണം. ഇത് രണ്ടും എനിക്കില്ല കേട്ടോ. പക്ഷെ ഇത്രയും വിലവൃത്ത് മേടിച്ച സ്ഥിതിക്ക് എന്തായാലും ഞാൻ സൂക്ഷിക്കും. അതാണ് എന്റെ തീരുമാനം. അപ്പൊ ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കട്ടെ, നമുക്കൊന്ന് റെഡി ആക്കട്ടെ. സിമ്മൊക്കെ മാറ്റണം, കവർ എത്തിയിട്ടില്ല, സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കണം എന്തായാലും. അതൊക്കെ നോക്കി സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ്, ഹലോ. അപ്പൊ ഇതേ നമ്മള് ഒരു 1-1.5 ആഴ്ചക്ക് ശേഷമാണ് കേട്ടോ ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു 1-1.5 ആഴ്ച ഈ ഗാഡ്ജറ്റ്സ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഗാഡ്ജറ്റ്സ് എല്ലാം വെച്ചാൽ നമ്മളിപ്പോ 2 സംഗതികൾ മേടിച്ചില്ലേ. ഒന്ന് iPhone 12 Pro Max ആണ്, ഇതാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ കവറും പിന്നെ സ്ക്രീൻ ഗാർഡും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. സ്ക്രീൻ ഗാർഡ് വന്നു കേട്ടോ, അത് നമ്മൾ തന്നെ ഇട്ടു. സ്ക്രീൻ ഗാർഡും നമ്മൾ ആപ്പിളിന്റെ ഓൺലൈൻ സ്റ്റോറിൽ തന്നെയാണ് മേടിച്ചത്. ഒരുവിധം എല്ലാം ആപ്പിളിന്റെ ഓൺലൈൻ സ്റ്റോറിൽ തന്നെയാണ് മേടിച്ചത്, ചിലത് മാത്രമാണ് കേട്ടോ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. കവർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിം മാറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇൻസ്റ്റയും അതേപോലെ തന്നെ യൂട്യൂബും ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആപ്പ് ഇതിലും ഉപയോഗിക്കുന്നുണ്ട്, പഴയ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇതിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഐഫോൺ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിൻ്റെ ക്യാമറ. അപ്പോൾ നമുക്ക് വ്ളോഗ്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫോൺ, ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മേടിച്ചിട്ടിപ്പോൾ 1.5-2 വർഷം ആവണം കേട്ടോ. ഇത് OnePlus 7T ആണ് കേട്ടോ. ഇത് നല്ല ഫോണാണ്, അതിൻ്റെ ക്യാമറയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ മേജർ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണലി വീഡിയോസ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ റീൽസ് ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ക്വാളിറ്റി മോശമാവാം. അപ്പോൾ കുറച്ച് പേര് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചു ക്വാളിറ്റി ഭയങ്കര മോശമാണ്. പക്ഷേ സെയിം സാധനം ഞാൻ യൂട്യൂബിലേക്ക് ഇടുകയാണെങ്കിൽ ക്വാളിറ്റി മോശമാവില്ല. ഇൻസ്റ്റയിൽ ഇടുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ, റീൽസ് ഇടുമ്പോൾ പ്രത്യേകിച്ച്. IGTV ആണെങ്കിലും പിന്നെ സാധാരണ 1 minute വീഡിയോ ആണെങ്കിലും അത്ര പ്രശ്നമൊന്നും കാണുന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഐഫോണിൽ ഞാൻ റീൽസ് ഇട്ടപ്പോൾ ഒരു ക്വാളിറ്റി ഇഷ്യൂസും ഇല്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. മെയിനായിട്ട് എനിക്ക് അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഐഫോൺ മേടിക്കേണ്ടായത്. അതല്ലെങ്കിൽ ഈ ഫോണിന് ഒരു കുഴപ്പമില്ല, നല്ല ഫോൺ തന്നെയാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ 2 ഫോണാവാം, അതായത് ഒന്ന് കംപ്ലീറ്റ്ലി എൻ്റെ പ്രൊഫഷണൽ ഫോണും മറ്റേത് എൻ്റെ പേഴ്സണൽ ഫോണും അങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചു. സിമ്മും അതേപോലെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ. കഴിഞ്ഞ തവണ നമ്മൾ നൈക്കിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് നമുക്ക് ബ്രാൻഡിന് ആക്ച്വലി 3 ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് യൂട്യൂബ് വീഡിയോ, ഒന്ന് റീൽസ് ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് സ്റ്റോറി. ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ നല്ല അടിപൊളിയായിട്ട് വന്നു. പക്ഷേ ഈ നമ്മൾ റീൽസ് എത്ര നോക്കിയിട്ടും ക്വാളിറ്റി ഭയങ്കര മോശമാവും. ഫോണിലിടുമ്പോൾ ക്വാളിറ്റി മോശമാവും. എനിക്ക് എന്ത് സങ്കടം വന്നു എന്നറിയോ. എത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ആ റീൽസ് ചെയ്യാൻ തന്നെ എനിക്ക് എത്ര നേരം എടുത്തു എന്നറിയോ. എന്നിട്ട് അങ്ങനെ മോശമായി വരുമ്പോൾ നമുക്ക് സങ്കടമല്ല. അപ്പം നമ്മുടെ ജോലിയുടെ ആവശ്യത്തിന് ഇതില്ലാണ്ട് പറ്റില്ല അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ മേടിച്ചതാണ്. ഇത് എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടാവുമല്ലോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. OnePlus 7Tയിൽ നമുക്ക് ഈ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ക്വാളിറ്റി മോശമാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കുറേ പേർക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കുറച്ച് പേർക്ക് ഇല്ല എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാളെ ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. എസ്പെഷ്യലി ഈ ഇൻസ്റ്റയിൽ നമ്മൾ സ്റ്റോറീസ് ഇടില്ലേ, സ്റ്റോറീസ് ഇടുമ്പോൾ OnePlus ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നതും എൻ്റെ ശബ്ദവും രണ്ടും വെവ്വേറെ ആയിട്ട് വരാറുണ്ട്. ഇതിപ്പോൾ സ്റ്റോറീസിൽ അങ്ങനെ ഇടുമ്പോൾ യാതൊരു ഇഷ്യൂസും ഇല്ല, നല്ല ക്ലാരിറ്റി ഉണ്ട് സ്റ്റോറീസിൽ. എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി. അത് മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം 2-3 ഫോട്ടോസ് എടുത്തു, ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ട്. കിടിലൻ ക്ലാരിറ്റി ആട്ടോ. ആക്ച്വലി എൻ്റെ ക്യാമറയിൽ എടുക്കണേക്കാട്ടും നല്ല ക്ലാരിറ്റിയിൽ കിട്ടി. അപ്പോൾ ഫോട്ടോസൊക്കെ നന്നായിട്ടൊക്കെ എടുക്കാം, ആ രീതിയിലും ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. വീഡിയോസ് ഞാൻ അധികം എടുത്തിട്ടില്ല, ഫ്രണ്ട് ക്യാമറയിൽ 1-2 വീഡിയോ എടുത്ത് നോക്കി, അതും നന്നായി വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി OnePlus 7Tനെക്കാട്ടിലും ഒന്നും കൂടി നല്ല ക്ലാരിറ്റി ഉണ്ട്. OnePlus 7Tയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെ
ഭംഗിയാക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആപ്പിളിൻ്റെ കുറച്ചുകൂടി റോ ആയിട്ടാണ് വരുന്നത്, വിച്ച് ഇസ് ഗുഡ്. നല്ലതായിട്ട് എനിക്കത് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും ഉപയോഗിച്ചെടുത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,25,000 1,30,000 ആ ഒരു അറൗണ്ടാണ് വരുന്നത്, വിച്ച് ഇസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ ഏറ്റവും വില കൂടി ഒന്നാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഇത്രയും സമയം എടുത്ത് ആലോചിച്ച് വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആപ്പിൾ ഫാൻ ആയിട്ടുള്ളവർക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതല്ല അങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല, ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എനിക്കിപ്പോൾ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണം, ഞാൻ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ടുള്ള ഒരാളല്ല. എൻ്റെ ജോലിയുടെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം മേടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആ രീതിയിൽ എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രൈസ് വൈസ് നമുക്കൊന്നും പറയാനില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇനിയിപ്പോൾ അതിലിനി നമുക്ക് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മേടിച്ചത് ഇത് ലാപ്ടോപ്പ്. ഇത് മാക്ബുക്ക് പ്രോ ആണ് കേട്ടോ, മാക്ബുക്ക് പ്രോ. അപ്പോൾ ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുള്ളത് മാക്ബുക്ക് എയർ ആണ്. ഇത് ഞാൻ 3 വർഷം മുമ്പ് മേടിച്ചതാണ്. ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എയറിൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ കാർഡ് റീഡർ ഉണ്ട്, ഇത് കേട് വന്നു. അപ്പോൾ കാർഡ് ഇടുമ്പോൾ, അതായത് നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് മെമ്മറി കാർഡ് ഇതിലിട്ടിട്ട് അങ്ങനെയല്ലേ നമ്മൾ കോപ്പി ചെയ്യുക. അപ്പോൾ അത് വർക്ക് ചെയ്യില്ല, അതാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്. ഇപ്പോൾ അല്ല, ഇപ്പോൾ പിന്നെ നമുക്ക് മാക്ബുക്ക് പ്രോ വന്നില്ല, അതിലാണ് ഞാൻ ചെയ്യണത്. എന്നെക്കാട്ടും മുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏട്ടൻ്റെ ലാപ്ടോപ്പിൽ കാർഡ് ഇടും കേട്ടോ. കാർഡ് ഇട്ടിട്ട് ഹാർഡ് ഡിസ്കിലേക്ക് എല്ലാം കോപ്പി ചെയ്യും. പിന്നെ ഹാർഡ് ഡിസ്ക് കുത്താനുള്ള സ്ലോട്ട് ഉണ്ട് ഇവിടെ, കണ്ടോ, അങ്ങനെ ചെയ്യും കേട്ടോ. ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന മാക്ബുക്ക് പ്രോയിലൊന്നും ഇതിൻ്റെ സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം വേറെ മേടിക്കണം. ഞാൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ മാക്ബുക്ക് എയറിൽ iMovie എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് കേട്ടോ ഞാൻ ഇത്രയും നാളും എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാക്ബുക്ക് പ്രോ മേടിക്കാൻ കാരണം 2 എണ്ണമാണ്. ഒന്ന്, എനിക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യണമായിരുന്നു. എനിക്ക് ഫൈനൽ കട്ട് പ്രോയിൽ ഇങ്ങനെ എഡിറ്റിംഗ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിന് മേടിക്കണം കേട്ടോ. അതിന് 26,000 അത് മേടിക്കാനായിട്ട്. അപ്പോൾ അത് ഇതുവരെ മേടിച്ചിട്ടില്ല. അടുത്ത മാസം മേടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഒരുവിധം പൊട്ടിയ കാരണം ഞാൻ വിചാരിച്ചത് അടുത്ത മാസം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതുവരെ ഇതിലത്തെ iMovie തന്നെ എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ മാക്ബുക്ക് എയർ ആണെങ്കിലും ശരി, മാക്ബുക്ക് പ്രോ ആണെങ്കിലും ശരി, എല്ലാത്തിലും ഈ iMovie ഉണ്ടാവും കേട്ടോ. ഈവൻ ഐഫോണിലും ഉണ്ട് കേട്ടോ iMovie. പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ iMovieയിൽ ഉണ്ടാവുള്ളൂ, വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. പക്ഷെ ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ മലയാളത്തിൽ ഇട്ടിരിക്കുന്ന 800 വീഡിയോസ്, ഇംഗ്ലീഷിൽ ഇട്ടിരിക്കുന്ന ഒരു 200-250 1000 വീഡിയോസിന് മീത് ഇട്ടിട്ടുണ്ടല്ലോ. അതിനകത്തെ ഒരു 700ഓളം വീഡിയോസ് നമ്മൾ iMovieയിൽ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ iMovie ഈ സോഫ്റ്റ്വെയറിൽ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വർക്കൗട്ട് ആവും കാര്യങ്ങൾ. പക്ഷെ എന്നാലും കുറച്ചും കൂടി വേണം എന്നുള്ള രീതിയിൽ ഞാൻ മാക്ബുക്ക് എയറിൽ തന്നെ, നമ്മുടെ പഴയ ലാപ്ടോപ്പിൽ തന്നെ ഫിലിമോറയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അത് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 5,000 രൂപയ്ക്കൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫിലിമോറ. അപ്പോൾ ഇതിലാകുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റാ വീഡിയോസ്, റീൽസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ടൊരു ക്രോപ്പ് ചെയ്യണമെങ്കിലൊക്കെ ഇതിലാണ് പറ്റാറുള്ളത്. പക്ഷെ ഞാൻ റീൽസിനും അതേപോലെ തന്നെ ഷോർട്സിനൊക്കെ വേണ്ടിയിട്ട് ഫിലിമോറ ഉപയോഗിക്കാറുള്ളൂ. അതല്ലെങ്കിൽ എപ്പോഴും iMovie തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഫൈനൽ കട്ട് പ്രോ ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഈ മാക്ബുക്ക് പ്രോ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. കുറെ കൂടി പെട്ടെന്ന് സേവ് ആവുന്നുണ്ട്, പെട്ടെന്ന് റെൻഡർ ചെയ്യുന്നുണ്ട്, ഒട്ടും സമയം വേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. എഡിറ്റിങ്ങിൻ്റെ സമയമൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ സേവ് ആവാനുള്ള സമയവും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ 3 വർഷമായി മാക്ബുക്ക് എയർ യൂസ് ചെയ്യണു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിനി വിൻഡോസിലേക്ക് മാറാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നു നമ്മൾ മാക്കിൻ്റെ ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും അതിൻ്റെ ഒരു എഫിഷ്യൻസിയും കാരണം നമ്മൾ അതിലേക്ക് ഹുക്ഡപ്പ് ആവും. എസ്പെഷ്യലി ലാപ്ടോപ്പൊക്കെ. ഫോൺ പിന്നെ നമുക്ക് പറ്റുമായിരിക്കും വേറെ യൂസ് ചെയ്യാനൊക്കെ. പക്ഷേ ഈ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല കേട്ടോ, വേറെ എനിക്ക് മാറിയാൽ നമുക്ക് ഇഷ്ടമാവും എന്നുള്ളത്. ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്, അതായത് യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയ എഡിറ്റിംഗ് ആകെ കുറച്ച് മാത്രമേ വിൻഡോസിൽ ചെയ്തിട്ടുള്ളൂ. മേ ബി ലൈക്ക് ഒരു 200 വീഡിയോസൊക്കെ വിൻഡോസിൻ്റെ ഇതിൽ ചെയ്തിട്ടുള്ളൂ, ഹാർഡ്ലി 200. ബാക്കി ഫുള്ള് 800ഓളം വീഡിയോസ് ഈ iMovieയിലും ഫോണിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ iMovieയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ മാക്ബുക്ക് പ്രോയിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ കവർ മേടിച്ചിട്ടതാണ് കേട്ടോ ആമസോണിൽ നിന്ന്. ലാപ്ടോപ്പിനൊരു 1,30,000 ആ ഒരു അറൗണ്ടാണ് ആയിട്ടുള്ളത്. ഇതിൻ്റെ കവർ എന്തോ 1,500 ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. കവർ ഇടുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സൈസ് സെയിം ആണ് കേട്ടോ, രണ്ടും 13 ഇഞ്ചസ് തന്നെയാണ്. പക്ഷേ ഇതല്ല കുറച്ചുകൂടി ചെറുതായിട്ട് തോന്നുന്നത്.
കാരണം അതിൻ്റെ മേക്കിംഗ് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു 16 ഇഞ്ചസ് മേടിക്കണമെന്ന്. അങ്ങനെയാകുമ്പോൾ സ്ക്രീൻ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. എൻ്റെ അനിയനും പറഞ്ഞു 16 ഇഞ്ചസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇത്തിരി പിശുക്ക് തോന്നി. ഏട്ടൻ എന്നോട് പറഞ്ഞു 16 ഇഞ്ചസ് മേടിച്ചോ നോക്കി. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ കുഞ്ഞല്ലേ എളുപ്പം. പക്ഷേ എഡിറ്റിംഗ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ക്രീനാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ പറ്റുമല്ലോ. എസ്പെഷ്യലി മേക്കപ്പ് ഒക്കെ ആയതുകൊണ്ടല്ലേ, ചെറിയ ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് മതിയെന്ന് തോന്നി എനിക്ക്. എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാക്ബുക്ക് പ്രോ. എനിക്ക് എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ ഫൈനൽ കട്ട് അതും കൂടി മേടിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. ഇപ്പോൾ ഫോണാണെങ്കിലും ശരി മാക്ബുക്ക് പ്രോ ആണെങ്കിലും ശരി രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹാർഡ് ഡിസ്ക് ഞാൻ പുതിയത് മേടിച്ചില്ല കേട്ടോ. അതിന് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് 2 ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, മാക്ബുക്ക് പ്രോയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ലോട്ട്സും ഒന്നുമില്ല കേട്ടോ. നമുക്ക് കാർഡ്, അതായത് മെമ്മറി കാർഡ് ഉണ്ടെങ്കിലും ശരി, ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിലും ശരി, സൈഡിൽ ഒന്നുമില്ല. ആകെ ചാർജ് ചെയ്യാനുള്ളതും ഉണ്ട്, പിന്നെ ഈ ഹെഡ്സെറ്റിനുള്ളതും ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കണക്ട് ചെയ്യണ്ടേ, കാർഡും അതേപോലെ തന്നെ ഈ ഹാർഡ് ഡിസ്കും അതൊക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഹൈപ്പർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സി ടൈപ്പ് അല്ലേ? അതെ, സി ടൈപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ലാപ്ടോപ്പിൻ്റെ സൈഡിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ കാർഡാണെങ്കിലും ശരി, ബാക്കി കാര്യങ്ങളും. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചു. ഇത് 1500 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഉള്ളത്. ഇതെനിക്ക് തോന്നുന്നു ആപ്പിളിൻ്റെ വെബ്സൈറ്റിലുണ്ട് തോന്നുന്നു. അത് പക്ഷേ ഒബ്വിയസ്ലി എക്സ്പെൻസീവ്. പിന്നെ ഞാൻ മൗസ് ഉപയോഗിക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ. അത് ഞാൻ ബ്ലൂടൂത്ത് മൗസ്, സാധാരണ മൗസ് 1500 മേടിച്ചത്. അത് ഞാൻ ആപ്പിളിൻ്റെ മേടിച്ചില്ല കേട്ടോ. ആപ്പിളിൻ്റെ നോക്കിയപ്പോൾ എഗെയിൻ ഭയങ്കര എക്സ്പെൻസീവ് ആയി. അപ്പോൾ ചിലതൊന്നും ഞാൻ മേടിച്ചില്ല. ഒക്കെ അനാവശ്യ ചിലവ് പോലെ തോന്നി, അങ്ങനെ വേണ്ടാച്ചു. പിന്നെ എന്താ നമുക്കുള്ളത്, ഇപ്പോൾ ഫോണായില്ലേ, ഫോണും ഇതൊക്കെ ആയി. പിന്നെ ഞാൻ എയർപോഡ് മേടിച്ചു. ഇത് പക്ഷേ ഏട്ടൻ്റെ നിർബന്ധം കൊണ്ട് മേടിച്ചതാണ് കേട്ടോ. ഏട്ടൻ പറഞ്ഞു ഇതും കൂടി ആയിക്കോട്ടെ, നിനക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ കുറേ കൂടി നല്ലതാവുമല്ലോ പറഞ്ഞിട്ട്. ഞാൻ അധികം ഹെഡ്സെറ്റ് വയ്ക്കുന്ന ഒരാളെ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പാട്ട് കേൾക്കില്ല. എനിക്ക് പാട്ട് കേൾക്കുന്ന ഒരു പരിപാടിയില്ല. അങ്ങനെ ഫ്രീ ടൈം എനിക്ക് ഉണ്ടാവാറുമില്ല. അങ്ങനെ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വല്ല സിനിമ കാണുന്നേ ഉള്ളൂ. എനിക്ക് പാട്ട് കേട്ട് ഇങ്ങനെ കിടന്ന് ആസ്വദിക്കുന്ന ഒരു ഇതേ ഇല്ല എനിക്ക്. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല. ഏട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെവിയിൽ എപ്പോഴും ഹെഡ്സെറ്റ് ഉണ്ടാവും, എപ്പോഴും. അതിൻ്റെ അനിയനാണെങ്കിലും ശരി കേട്ടോ, എപ്പോഴും ഉണ്ടാവും ചെവിയിൽ ഹെഡ്സെറ്റ്. എനിക്ക് പക്ഷേ അതത്ര ഇഷ്ടമില്ല. നമ്മൾ എന്തെങ്കിലും വർത്താനം പറയുമ്പോൾ ആദ്യം പോയി തോണ്ടി വിളിക്കണം, എന്നിട്ട് ഹെഡ്സെറ്റ് മാറ്റാൻ പറഞ്ഞിട്ടാണ് വർത്താനം പറയാൻ. അതല്ലെങ്കിൽ കാഷ്വലി നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അവർ കേൾക്കില്ലേ ഈ കുന്ന ചെവിയിലുള്ള കാരണം. അതുകൊണ്ട് എനിക്ക് ഹെഡ്സെറ്റിനോട് അത്ര ഇഷ്ടമില്ല. ചേട്ടൻ പറയായിരുന്നു ഇതും കൂടി മേടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണ സമയത്ത് വെക്കാം. എഡിറ്റ് ചെയ്യണ സമയത്ത് ഹെഡ്സെറ്റൊന്നും വെക്കാറൊന്നുമില്ല. അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒക്കെ വെക്കാമെന്നൊക്കെ, അതൊക്കെ വളരെ കുറവാണ്. ഞാൻ ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കുക, അതൊക്കെ വളരെ കുറവാണ്. എൻ്റെ മേജർ ടൈം എന്ന് പറയുന്നത് യൂട്യൂബും ഇൻസ്റ്റയും മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ സീരീസോ സിനിമ കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗോവയിലുണ്ടായിരുന്നപ്പോൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ സീരീസ് ഒക്കെ കാണില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽപ്ഫുൾ ആവുന്നൊക്കെ പറഞ്ഞ് നേരെ മേടിച്ചു. ഇതാ കണ്ടോ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഇസ് സോ ഗുഡ്. ഇത് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, എനിക്കറിയില്ല കേട്ടോ, ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ചാടിപ്പോയില്ലേ, ഇതെനിക്കിതിരി ലൂസാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് അനിയൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയമായി. കാരണം ഇത് ചെവിയിൽ വെച്ചിട്ട് വേറെ പാട്ടൊന്നും വെച്ചില്ലെങ്കിൽ തന്നെ കംപ്ലീറ്റ് നോയ്സ് ക്യാൻസലേഷനാണ്. നമുക്ക് ചുറ്റും നടക്കണമെന്ന് അധികം കേൾക്കൊന്നുമില്ല. ഒരു പ്രത്യേക ഒരു ഇതാണ്. ഇതിൻ്റെ ഉണ്ട ചെറുതിടണം. ഇതിൻ്റെ ചെവിയിൽ കൊള്ളില്ലേ, അത് വലുതാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്കിങ്ങനെ അതിൽ വെബ്സൈറ്റിൽ കൊടുത്താൽ മതി. ആപ്പിളിൻ്റെ എന്തെങ്കിലും എഴുതണമെങ്കിൽ അവർ എഴുതി അയക്കും. അപ്പം നമ്മൾ അശ്വീന്ന് കൊടുത്തോന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മേടിച്ചു. ഇതിന് 24,000 റുപ്പീസാണ്. അതെ, അച്ഛൻ ഇങ്ങനെ തിരിച്ചു പറിച്ചു നോക്കാറ്. ഇതിനോ 24,000, ഇതിനെന്താ പ്രത്യേകത എന്നൊക്കെ തോന്നും. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനോടൊക്കെ. അപ്പം അങ്ങനെ ഇറ്റ്സ് ഓക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ബ്രാൻഡിനോട് ഭയങ്കര താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടം. ഇത് പക്ഷെ എനിക്കത് എത്ര കണ്ടും യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. ബാക്കി രണ്ടും ഐഫോൺ ആണെങ്കിലും ശരി, മാക്ബുക്ക് പ്രോ ആണെങ്കിലും ശരി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറച്ചുകൂടി വർക്ക് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഫോൺ മേടിച്ചപ്പോൾ ചാർജർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചാർജർ നമ്മൾ വേറെ കാശ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ അത് നമ്മൾ സാധാരണ അഡാപ്റ്റർ തന്നെയാണ് മേടിച്ചത്. ഇതിൻ്റെ കേബിൾ അവൈലബിൾ ആണ്, പക്ഷെ അഡാപ്റ്റർ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു
iPhone 11 അഡാപ്റ്റർ ചിലപ്പോൾ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ ഐഫോൺ ഇതിനെക്കാളും ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജറായിട്ട് തന്നെ മേടിച്ചു. ഇത് കൂടാണ്ട് നമുക്ക് ഫാസ്റ്റ് ചാർജർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്, വയർലെസ് ചാർജറായിട്ട്. അത് മേടിക്കണമെങ്കിൽ മേടിക്കാം. അത് ഒബ്വിയസ്ലി കുറേ കൂടി എക്സ്പെൻസീവ് ആണ്. ഇതെന്തോ 1800-900 ഒക്കെയാണ്. മറ്റേതെന്തോ 20,000 അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് നോക്കിയില്ല. പിന്നെ ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പിന്നെ എന്താ മേടിച്ചേ? ഇല്ല, ഈ കവർ തന്നെ മേടിച്ചിട്ടു. ഹാർഡ് ഡിസ്ക് ഒക്കെ പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു, മൗസ് പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നുകൊണ്ട് പിന്നീട് ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇനി ആകെ നമുക്ക് വരാനുള്ളത് ഇതിൻ്റെ കവറാണ്. കവറും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സിം ഇതിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ ഒഫീഷ്യൽ ഫോണാക്കി മാറ്റും. മറ്റേത് എൻ്റെ പേഴ്സണൽ ഫോണാക്കണം എന്നാണ് വിചാരിക്കണം. ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, പിന്നെ 2 എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഷോട്ട് യൂസ് ചെയ്യുന്നുണ്ട്, റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഞാൻ ഐഫോണിൽ നിന്ന് ഇട്ട ആദ്യത്തെ റീൽ. നല്ല ക്വാളിറ്റി അല്ലേ? ഇതേ നോക്കൂ, ഇത് ഞാൻ നമ്മുടെ OnePlus ഇട്ടതാണ്. ശരിക്കും ഇത് കുറച്ച് പിക്സലേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ പിക്സലേറ്റഡ് ആയി പോയപ്പോൾ എനിക്ക് എന്ത് സങ്കടമൊന്നും അറിയാം. കാരണം ക്യാമറയിൽ എടുത്തതാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഞാൻ നല്ല ഹാപ്പിയാണ്. പക്ഷേ വർക്ക് കുറേ കൂടി സ്മൂത്തായിട്ട് ഇനി പോകും. ഇത്രയും നാളെ ഞാൻ പറഞ്ഞില്ലേ, ഈ മാക്ബുക്ക് എയർ കേടും കൂടി ആയതുകൊണ്ട് കുറേ നേരം എടുക്കുമായിരുന്നു. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം എടുക്കണ്ടായിരുന്നു. പക്ഷേ ഈ 3 വർഷമായിട്ടും വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് മാക്ബുക്ക് എയറിൽ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. എത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയോ. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ വേറൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ലാപ്ടോപ്പ് കാരണം. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്, അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കരുത് കേട്ടോ. ഞാൻ അത്ര അധികം ഒന്നും ടെക്കിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് നല്ലതല്ല. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വർഷങ്ങൾ, ഇപ്പോൾ 5 വർഷമേ ആയിട്ടുള്ളൂ, 5-5.5 വർഷമേ ആയിട്ടുള്ളൂ ഞാനിതൊക്കെ കാര്യമായിട്ട് നോക്കാൻ തുടങ്ങി. കാര്യമായിട്ടൊന്നല്ല, ഞാനിതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞ് എക്സ്പീരിയൻസിനാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈവൻ ഫോണിൻ്റെ കാര്യത്തിലും അതെ, ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് നാളായിട്ട് കൂട്ടി വെച്ച കാശാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇനി അടുത്ത മാസം ആവട്ടെ ചോദിച്ചു. അടുത്ത മാസം ക്യാമറയും മേടിക്കാണ്ട് നമുക്ക്, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഇറ്റ്സ് ഓക്കെ, പക്ഷേ ക്വാളിറ്റി പോരാൻ തോന്നുന്നു. നമുക്ക് യൂട്യൂബിൽ നിൽക്കുമ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിലും ഗാഡ്ജറ്റ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാര്യമൊക്കെ നടന്നു പോകുന്നുണ്ടായിരിക്കും, പക്ഷെ അത് നോക്കിയാൽ പോരാ. നമുക്ക് കാലം ചെല്ലും തോറും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് വരണ്ടേ. അങ്ങനെയല്ല വേണം. നമ്മൾ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇത്. എന്തായാലും നമുക്ക് ക്യാമറ അടുത്ത മാസം മേടിക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ആയിട്ട് ഉണ്ടാവും. ക്യാമറയുടെ കാര്യം ഞാൻ ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. പിന്നെ എന്താ മേടിക്കാനുള്ളത്? ക്യാമറയും മേടിക്കാണ്ട് ഫൈനൽ കട്ട് പ്രോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും മേടിക്കാണ്ട്. അതെന്നീ അടുത്ത മാസം മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ. പിന്നെ ഞാൻ ഒരെണ്ണം കൂടി കാണിക്കാം. ഇത് ഐപാഡാണ് കേട്ടോ. ഇത് കുറച്ച് നാളായിട്ട് ഏട്ടൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചാൽ, പക്ഷെ ഇതെനിക്ക് അത്ര യൂസ് വന്നില്ല. അപ്പോൾ ഏട്ടൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാപ്ടോപ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ അതിലേക്ക് ഇത് സ്ക്രീൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇതിലിങ്ങനെ എഴുതണത് ക്ലാസ്സിൽ കാണും. അങ്ങനെയാണ് ചെയ്യണത്. പെന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഏട്ടൻ ഇതിനെക്കാട്ടിലും മുന്നേ വേറൊരു ടാബ് യൂസ് ചെയ്തിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും ഒരുപാട് യൂസ്ഫുള്ളാണ് ഇത്. കുറേ കൂടി സ്മൂത്താണ് ഇതെന്ന് പറയാം. ഇത് ആ പെന്നുണ്ടാവും ഇങ്ങനെ. ഇതിന് വേറെ കവറൊക്കെ ഇട്ടതാണ് കേട്ടോ. പെണ്ണ് ഇങ്ങനെയല്ല, ഇതിന് ഉടുപ്പൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഏട്ടൻ എപ്പോഴും അങ്ങനെയാണ്. ഒരു ഗാഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഉടുപ്പൊക്കെ ഇടിച്ച് അതിനിടയ്ക്കിടയ്ക്ക് കുളിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തുടപ്പിക്കുന്ന എന്തൊക്കെയോ സാധനമൊക്കെ ഉണ്ട്, എന്തോ സൊല്യൂഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കി, അതും എവ്രി സിംഗിൾ ഡേ. അതൊക്കെ ഞാനൊക്കെ അവിടെ ഇട്ടു കേട്ടോ. എനിക്ക് അങ്ങനെ സൂക്ഷിച്ചൊന്നുമില്ല. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പത്തെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഗാഡ്ജറ്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇതുകൊണ്ട് അത്ര യൂസ് ഒന്നുമില്ല. എൻ്റെ ക്യാമറയൊന്നും നന്നൊന്നുമല്ലല്ലോ, ക്യാമറയ്ക്ക് വേണ്ടിയിട്ടല്ലതാണിത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യലില്ല. ക്ലാസ് തുടങ്ങിയപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ എഴുതും. ക്ലാസ് നടക്കുന്ന സമയത്ത് പഠിപ്പിക്കണത് ഇതിലിങ്ങനെ എഴുതും, ഈ സ്ക്രീനിൽ ഇങ്ങനെ എഴുതും. അപ്പോൾ അത് ലാപ്ടോപ്പിലേക്ക് കണക്റ്റ് ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ കാണുകയും ചെയ്യും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഏട്ടൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ എങ്ങനെ ക്ലാസ് എടുക്കണേന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം എങ്ങനെ അത് കണക്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണേന്നൊക്കെ ഉള്ളത്.
അപ്പോൾ അങ്ങനെ ഇനി എന്താണ് ഇനി എനിക്ക് ഐഫോണിന് പറ്റിയ ആപ്പുകൾ അതൊക്കെ നോക്കി കണ്ടുപിടിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അത് ചെയ്യാം, ഫോട്ടോ എഡിറ്റിംഗ് ആപ്സ് അതൊക്കെ എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു കേട്ടോ. ഞാനത് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇനി പതിയെ എല്ലാം പഠിച്ചു വരുമ്പോഴേക്കും സിം ഇതിലേക്ക് മാറ്റി അപ്പോഴേക്കും കവറും വരികയുണ്ടാവും. ഇപ്പോൾ ഈ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ കാരണമാണ്. ഇനിയിപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരിക്കും. സാധനങ്ങളൊക്കെ ഇനി എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയില്ല. കവറും കൂടി വന്നാലേ എനിക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു മനസ്സ് വരുന്നു. ഇതൊക്കെ നമുക്ക് റെഡി ക്യാഷ് ആയിട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ. EMIയിൽ എടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ചധികം നാളായിട്ട് പ്ലാൻ ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചായിട്ട് സേവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞാൻ കുറച്ചിങ്ങനെ സേവ് ചെയ്തിട്ട് മേടിക്കാനാണ് എനിക്ക് താല്പര്യം. അതല്ല നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ഒരു ശമ്പളം കൊണ്ട് മേടിക്കണമെങ്കിൽ അങ്ങനെയും മേടിക്കാമെന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടാണ്, ചേച്ചി കുറേ നാളായില്ലേ പറയണു മേടിക്കണം എന്താ മേടിക്കാത്തത്? കാരണം എനിക്ക് ഒറ്റയ്ക്ക് മേടിക്കാൻ ഒരു വിഷമം. നമ്മൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് കുറച്ചായിട്ട് ഇങ്ങനെ കൂട്ടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. അതെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ നിന്ന് ഇങ്ങനെ സേവ് ചെയ്ത് മാറ്റി വെച്ചിട്ട് എൻ്റെ സാലറിയിൽ നിന്ന് മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം സമയം എടുത്തത്. പക്ഷേ ഐ എം വെരി ഹാപ്പി അറ്റ് ദി എൻഡ്. വിചാരിച്ച പോലെ മേടിക്കാൻ പറ്റി. പോയി മേടിക്കാനൊന്നും പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ അത് നടന്നില്ല. പക്ഷെ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഇങ്ങനെയെങ്കിലും ഇപ്പോൾ നടക്കുന്നത് വലിയ കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഡോ, താങ്ക് യു സോ മച്ച്. ഇതിൽ ഈ ഒരു സന്തോഷത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അതുവഴി കിട്ടുന്ന യൂട്യൂബ് സാലറി കൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടി വെച്ചിട്ട് മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെച്ചിട്ട് എനിക്കൊരു ബെറ്റർ ക്വാളിറ്റി ഉള്ള വീഡിയോസ് എനിക്ക് തരാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ക്യാമറയും കൂടി വരട്ടെ, അപ്പോൾ എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലെ വീഡിയോസ് എനിക്ക് തരാൻ പറ്റും കേട്ടോ. ഐ എം പ്രിറ്റി ഷുവർ അബൌട്ട് ഇറ്റ്. ക്യാമറയും ബാക്കി സംഗതികളെല്ലാം ഇനി അടുത്ത മാസമേ മേടിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലീസ് പറയൂ. എന്തെങ്കിലും എനിക്ക് സജഷൻസ് ഒക്കെ തരാനുണ്ടെങ്കിൽ എന്തായാലും പറയൂ. കാരണം ഞാൻ പുതിയ ഐഫോൺ യൂസറാണ്. എന്തെങ്കിലും ശ്രദ്ധിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിനടുത്ത് ഒരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതായത് നാളെ നമുക്കൊരു വ്ളോഗ് വീഡിയോ ഉണ്ട്. ഓക്കെ. പിന്നെ കുറേ പേര് ഡെയിലി വീഡിയോസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഡെയിലി വീഡിയോസ് തൽക്കാലം ഇല്ല, പക്ഷെ മേ ബി അടുത്ത മാസം ജൂണിൽ അങ്ങനൊരു പ്ലാൻ ഉണ്ട്. ആക്ച്വലി ഈ മാസം ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വയ്യാണ്ടി ആയതുകൊണ്ട് അത് ഡ്രോപ്പായിപ്പോയി. എനിക്കൊന്ന് റിക്കവർ ആവണം. റിക്കവർ ആയതിനു ശേഷം കുറച്ചൊരു സാധാരണ രീതിയിൽ തന്നെ പോട്ടെ. നമുക്ക് ഇപ്പോൾ ആഴ്ചയിൽ 5 വീഡിയോസ് ഉണ്ട്, അതങ്ങനെ തന്നെ പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മാസം പറ്റിച്ചാൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് എന്തായാലും സെപ്റ്റംബറിലുണ്ടാവും, ഓണം വരുമ്പോൾ ഉണ്ടാവും, ഡിസംബറിലുണ്ടാവും. I love you all so much. Bye. Take care. Love you all. Stay safe. Bye.